Hi friends, എല്ലാവർക്കും ബിലീസ് വേർഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വീട്ടിൽ എങ്ങനെ കുക്കുംബർ ജെൽ തയ്യാറാക്കാമെന്ന് കാണിക്കുന്ന ഒരു വീഡിയോയുമായിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അലോവേര ജെല്ല് പോലെ തന്നെ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒന്നാണ് കുക്കുംബർ ജെല്ലും. അപ്പോൾ നമുക്കിത് വളരെ കുറഞ്ഞ ചിലവിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇത് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഇനി ഡിസംബർ ജനുവരി ഒക്കെയാണ് വരുന്നത്. നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്ന ഒരു ടൈമാണ്. കുക്കുംബർ ജെല്ല് തയ്യാറാക്കി നമ്മൾ ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റായും സ്മൂത്ത് ആയിട്ടിരിക്കും. അതുപോലെ തന്നെ ഫേസിൽ ഡെയിലി അപ്ലൈ ചെയ്യുന്ന വഴി നമ്മുടെ കണ്ണിന് ചുറ്റും കറുപ്പ് നിറമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടും. അതുപോലെ തന്നെ കുരു വരാനുള്ള സാധ്യതയും വളരെ കുറയും. അപ്പം വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് കുക്കുംബർ ജെല്ല്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ ഇടുകൂടി ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിടുകയാണെങ്കിൽ നെക്സ്റ്റ് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സമയം കളയാതെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നമുക്ക് ഒരു കുക്കുംബർ എടുത്ത് അതിൻ്റെ ജ്യൂസ് എടുക്കണം. നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്നെങ്കിൽ മിക്സിൻ്റെ ജാറിലിട്ട് ജ്യൂസ് ആക്കിയെടുക്കാം. അതല്ലെങ്കിൽ ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുത്ത് നമുക്ക് ജ്യൂസ് ആക്കിയെടുക്കാം. ഇപ്പോൾ ഒരു കുറച്ച് ദിവസത്തേക്കൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഒരെണ്ണത്തിൻ്റെ ഹാഫ് പീസ് എടുത്താൽ മതിയാവും. അല്ലെങ്കിൽ മുഴുവനായിട്ട് എടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ ജ്യൂസ് ഒന്ന് നമുക്ക് മാറ്റിയെടുക്കണം. എന്നിട്ടാണ് നമ്മളിത് ജെല്ലാക്കി മാറ്റിയെടുക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും ആൾക്കാരുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള നിങ്ങൾ ചെയ്യുക. നമ്മൾ എത്ര ചെയ്യുമ്പോഴും കൂടുതലായിട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഓരോരുത്തരുടെ അനുസരിച്ച് ജ്യൂസ് എടുക്കുക. ഇനിയിപ്പം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജ്യൂസ് ഒന്ന് മാറ്റിയെടുക്കണം. അതിന് ശേഷം നമുക്കൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മളിതിനെ ജെല്ല് ഫോമിലേക്ക് മാറ്റുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് ജ്യൂസ് പിഴിഞ്ഞെടുക്കുക. ജ്യൂസ് എടുത്തതിന് ശേഷം ബാക്കി വരുന്ന ഭാഗം നമുക്കത് കളയേണ്ട ആവശ്യമില്ല. നമ്മളൊന്ന് ഉണക്കി എടുത്ത് വെക്കുകയാണെങ്കിൽ ഒന്ന് പൊടിച്ചതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഫേസ് പാക്കൊക്കെ തയ്യാറാക്കുമ്പോൾ അതിൽ ആഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഫേസിന് വളരെ നല്ലതാണ് കുക്കുംബർ. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. കളയാതെ ഉണക്കിയെടുത്ത് വെച്ചാൽ മതി. ശേഷം നമുക്ക് ജ്യൂസ് എടുത്തതിന് ശേഷം ഒരു മെഷറിങ് സ്പൂൺ യൂസ് ചെയ്യണം. അപ്പോഴാണ് നമ്മൾ കറക്റ്റ് അതിൻ്റെ തിക്ക് ഫോമിലേക്ക് കിട്ടുള്ളൂ. അപ്പോൾ എത്രയാണോ നമ്മൾ ജ്യൂസ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള അലോവേര ജെല്ല് കൂടി എടുക്കണം. അപ്പോഴാണ് ആ ഒരു കറക്റ്റ് ഫോമിലേക്ക് നമുക്ക് കിട്ടുക. അപ്പോൾ ഞാനിവിടെ ഒരു 2 സ്പൂൺ കുക്കുംബർ ജ്യൂസാണ് യൂസ് ചെയ്യുന്നത്. 2 സ്പൂൺ കുക്കുംബർ ജ്യൂസിന് 2 സ്പൂൺ അലോവേര ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ അടുത്ത് ഫ്രഷ് അലോവേര ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. നമ്മൾ ഫ്രഷാണ് യൂസ് ചെയ്യുന്നതെങ്കിലും ബോട്ടിൽഡ് അലോവേരയാണ് യൂസ് ചെയ്യുന്നതെങ്കിലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. കുറേ ദിവസത്തേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 2-3 ദിവസത്തേക്കുള്ളതൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ മാത്രം നമുക്ക് റൂമിൽ സൂക്ഷിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ വെക്കണം. നമ്മൾ വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് പെട്ടെന്ന് നാശമായി പോവും. അതുകൊണ്ടാണ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറയുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം എത്രയാണോ കുക്കുംബർ ജ്യൂസ് യൂസ് ചെയ്യുന്നത് അത്രയും തന്നെ അലോവേര ജെല്ല് എടുക്കുക. അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു തിക്ക് ഫോമിലേക്ക്, ഒരു ജെല്ലി ഫോമിലേക്ക് ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കുക്കുംബർ ജെല്ല് നമ്മുടെ മുഖത്ത് ഡെയിലി അപ്ലൈ ചെയ്യുന്നത് വഴി നമ്മുടെ കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന കറുപ്പ് നിറം നന്നായിട്ട് കുറയും. അതുപോലെ തന്നെ ഓപ്പൺ പോഴ്സ് ഒക്കെ ഉള്ള ഒരു സ്കിന്നാണെങ്കിൽ ആ പോഴ്സിൻ്റെയൊക്കെ ഒന്ന് സൈസ് കുറഞ്ഞ് ഫേസ് നല്ല ക്ലീൻ ആവാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ സ്കിന്നിനെ സോഫ്റ്റൻ ചെയ്യാനും സ്മൂത്തൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. നമ്മൾ സൂര്യപ്രകാശം കൊണ്ട് ഏൽക്കുന്ന എന്തെങ്കിലും ഇഷ്യൂസൊക്കെ നമ്മുടെ സ്കിന്നിനുണ്ടെങ്കിൽ അതൊക്കെ മാറാൻ വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കുക്കുംബർ ജെല്ല്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ നല്ലതാണ്. ഇനി ഡിസംബർ ജനുവരി ആ ടൈമിലേക്കൊക്കെ നമ്മളിത് ഡെയിലി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവാതെ നല്ല സ്മൂത്തായിട്ട് ഇരിക്കും. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ നല്ലൊരു ജെല്ലി ഫോമിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു നല്ലൊരു ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിലേക്ക് മാറ്റി വെക്കണം. അപ്പോൾ നല്ല വെള്ളത്തിൻ്റെ അംശമില്ലാത്ത ഒരു നല്ലൊരു കണ്ടെയ്നർ എടുക്കുക. എന്നിട്ട് അതിലേക്ക് എടുത്ത് വെച്ച് നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇപ്പം ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത് ഒരാഴ്ചത്തേക്കുള്ളതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ദിവസം കൂടുതൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചെയ്യാം. എന്നിട്ട് നല്ലൊരു ബോട്ടിലേക്ക് മാറ്റി ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. എന്നിട്ട് നമുക്ക് എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ് ആവശ്യാനുസരണം. കുക്കുംബർ ജെല്ല് ഡേ ക്രീമായിട്ടും നൈറ്റ് ക്രീമായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മൾ മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു ഫസ്റ്റ് കോട്ടായിട്ട് കുക്കുംബർ ജെല്ല് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ ഫൗണ്ടേഷനൊക്കെ ഇടുകയാണെങ്കിൽ നല്ലൊരു ഗ്ലോയിങ് എഫക്റ്റ് മേക്കപ്പിന് കിട്ടും. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. മോയ്സ്ചറൈസിങ് ക്രീമായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ എന്തായാലും അഭിപ്രായം ഇതിന് വീഡിയോയെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്.
അപ്പോൾ ഇതാണ് നമ്മുടെ കുക്കുംബർ ജെല്ല്. ഇത്ര ഈസിയാണ് കുക്കുംബർ ജെല്ല് തയ്യാറാക്കാൻ. ഇതിപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കാനാണെങ്കിൽ നല്ലൊരു എമൗണ്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഇനി അധികം കാശൊന്നും കളയേണ്ട. കുക്കുംബർ മേടിക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് ജെല്ല് തയ്യാറാക്കി വെക്കുക. നമുക്ക് ഒരുപാട് നാളത്തേക്ക് ഉപയോഗപ്പെടും.